മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായ ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ്. അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട അഡീഷണൽ കോസ്റ്റിൻ്റെ ബേസിലാണ് മാർജിനൽ കോസ്റ്റിംഗ് കണക്കാക്കുന്നത്. നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് 3 പാർട്ടായിട്ട് തിരിക്കാം: ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, പ്രോഫിറ്റ്. റെൻറ്റ്, സാലറി തുടങ്ങി ഒരു ഫേമിൽ ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റിനെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ്റെ തോതനുസരിച്ച് മാറ്റം വരുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നതിലൂടെ ഒരു ഫേം നേടുന്ന ലാഭത്തിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് ഒരു മിനറൽ വാട്ടർ ബോട്ടിലാണ്. ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് 10 രൂപയാണ്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഫിക്സഡ് കോസ്റ്റ് 4 രൂപ, വേരിയബിൾ കോസ്റ്റ് 3 രൂപ, അതിൻ്റെ പ്രോഫിറ്റ് 3 രൂപ. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ആണ്. മാർജിനൽ കോസ്റ്റിൻ്റെ ബേസ് പ്രകാരം നമ്മൾ ഏതൊരു പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് എടുത്താലും നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും: ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, പ്രോഫിറ്റ് എന്ന രീതിയിൽ. ഒരു യൂണിറ്റ് പ്രൊഡക്റ്റിൽ എത്ര ഫിക്സഡ് കോസ്റ്റ് അടങ്ങിയിട്ടുണ്ട്, എത്ര വേരിയബിൾ കോസ്റ്റ് അടങ്ങിയിട്ടുണ്ട് എന്ന് കാണുന്ന രീതിയാണ് മുകളിൽ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. തന്നിട്ടുള്ള എക്സാമ്പിളിൽ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 100 യൂണിറ്റ് ആണ്. അവിടുത്തെ ഫിക്സഡ് കോസ്റ്റ് 400ഉം വേരിയബിൾ കോസ്റ്റ് 300ഉമാണ്. എങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കാണാൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാണാൻ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. ഇനി നമ്മൾ നോക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ്. എങ്കിൽ ഇനി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു 100 യൂണിറ്റ് ഉള്ളത് 120 യൂണിറ്റ് ആക്കി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റിനും വേരിയബിൾ കോസ്റ്റിനും എല്ലാം എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ബേസിൽ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഇങ്ങോട്ട് എടുക്കാം. നമ്മുടെ പ്രൊഡക്റ്റ് മിനറൽ വാട്ടറിൻ്റെ പ്രോഫിറ്റ് 3 ആണ്, വേരിയബിൾ കോസ്റ്റ് 3 ആണ്, ഫിക്സഡ് കോസ്റ്റ് 4 ആണ്, സെല്ലിംഗ് പ്രൈസ് 10 ആണ്. ഇനി നോക്കാം, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് ഫിക്സഡ് കോസ്റ്റിനും വേരിയബിൾ കോസ്റ്റിലൊക്കെ വരുന്നതെന്ന്. 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു 120 യൂണിറ്റ് ആക്കുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് 100 യൂണിറ്റിലും സെയിം ആണ്, 120 യൂണിറ്റിലും സെയിം ആണ്. കാരണം കമ്പനിയിൽ അടക്കുന്ന റെൻറ്റ്, അതുപോലെ എംപ്ലോയീസിൻ്റെ സാലറി ഇപ്പോൾ 30,000 35,000 ഒക്കെ ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്താലും ഇല്ലെങ്കിലും കൊടുക്കേണ്ടി വരും. ഇനി വേരിയബിൾ കോസ്റ്റിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് നോക്കാം. വേരിയബിൾ കോസ്റ്റ് 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 300 റുപ്പീസും 120 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 360 റുപ്പീസുമാണ് വരുന്നത്. അതായത് വേരിയബിൾ കോസ്റ്റ് എന്ന പ്രൊഡക്ഷൻ്റെ തോതനുസരിച്ച് മാറ്റം വരുന്ന കോസ്റ്റിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് 120 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ചിലവുകൾ വരുന്നുണ്ട്. അഡീഷണൽ റോ മെറ്റീരിയൽസ് ഒക്കെ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് വേരിയബിൾ കോസ്റ്റിൽ മാറ്റം വരുന്നത്. ഇനി ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റിൽ എന്ത് ചേഞ്ചാണ് വരുന്നത് നോക്കാം. 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് 4 ആണ്. 400 ഡിവൈഡഡ് ബൈ 100 4 ആണ് ഫിക്സഡ് കോസ്റ്റ് വരുന്നത്. ഇനി 120 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 400 ഡിവൈഡഡ് ബൈ 120 3.33 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ കുറയുന്നു. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കേട്ടോ, ഫിക്സഡ് കോസ്റ്റ് മാറ്റമൊന്നുമില്ല, ഫിക്സഡ് ആയിട്ടാണ്. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ കുറയുന്നു. ഈ വേരിയബിൾ കോസ്റ്റിൻ്റെ കേസിലോട്ട് വരാം. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത് നോക്കാം. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 300 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 3 ആണ് വരുന്നത്. ഇനി 120 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത്? വേരിയബിൾ കോസ്റ്റ്, അവിടെ വേരിയബിൾ കോസ്റ്റും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, 360 ആയിട്ടുണ്ട്. 360 ഡിവൈഡഡ് ബൈ 120 ഈക്വൽ ടു 3 തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴും ചേഞ്ച് ഒന്നും വരാതെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് കൺക്ലൂഷനിൽ എത്താൻ വേണ്ടി പറ്റും, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ വേരിയബിൾ കോസ്റ്റിലും ഫിക്സഡ് കോസ്റ്റിലും എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് താഴോട്ട് നോക്കൂ.
വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വേരി ചെയ്യുന്നു. വേരിയബിൾ കോസ്റ്റിൻ്റെ ടോട്ടൽ വേരി ചെയ്യുന്നു. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡ് ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് തുടരുന്നു. ഇനി ഫിക്സഡ് കോസ്റ്റിൻ്റെ കേസിലോട്ട് വരാം. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയിട്ട് തന്നെ നിൽക്കുന്നു. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യുന്നു? വേരി ചെയ്യുന്നു. മാർജിനൽ കോസ്റ്റുമായി ബന്ധപ്പെട്ട് സെറ്റ് എക്സാമുകൾക്ക് ക്വസ്റ്റ്യനുകൾ ചോദിക്കാറുണ്ട്. അതായത് കോൺട്രിബ്യൂഷൻ കാണാൻ അല്ലെങ്കിൽ PV റേഷ്യോ കാണാൻ, അങ്ങനെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് ചോദിക്കുക. അപ്പോൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ എന്താ നോക്കാം. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തതാണ് കോൺട്രിബ്യൂഷൻ. ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തതിനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മറ്റൊരു ഇക്വേഷനും കൂടെ ഇവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും. അതായത് സെല്ലിംഗ് പ്രൈസ് എന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ ബാക്കി എന്താ ഉണ്ടാവുക? പ്രോഫിറ്റും ഫിക്സഡ് കോസ്റ്റും ആണല്ലോ. നോക്കൂ, ആ പിക്ചറിലോട്ട് നോക്കൂ. സെല്ലിംഗ് പ്രൈസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? പ്രോഫിറ്റും ഫിക്സഡ് കോസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ എങ്ങനെയും കൂടെ പറഞ്ഞൂടെ? സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഇങ്ങനെയും നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഇനി നെക്സ്റ്റ് മാർജിനൽ കോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ് PV റേഷ്യോ. PV റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂട്ടിയതായിരുന്നു കോൺട്രിബ്യൂഷൻ. ഈ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് PV റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ. ഇനി ഇതുമായി ബന്ധപ്പെട്ട സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും സെറ്റ് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.